ഒരു വീട്ടിൽ ഒരു ഐഫോൺ മതി, അതെനിക്ക് മാത്രം മതി. ചേട്ടനെ കുറെ നാളത്തെ ആഗ്രഹം അങ്ങനെ എന്റെ യൂട്യൂബ് മണി കൊണ്ട് നമ്മൾ സാധിച്ചെടുക്കാൻ പോവാണ് ഗൈസ്. മുമ്പില് അമ്മ കൊച്ചിനെ വാവോ പാടി ഇറക്കുന്നു. ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ ചേട്ടൻ ഐഫോൺ നെഞ്ചോട് ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്ന് കാഞ്ഞങ്ങാട് പോകണം ഗൈസ്. നമ്മളെല്ലാവരും പറഞ്ഞാൽ പപ്പയില്ല, പപ്പയ്ക്ക് പണിത്തിരക്കൊക്കെ ആയിട്ട് ഇപ്പൊ ഓരോരോ നെട്ടോട്ടങ്ങളാണ് ഗൈസ്. അപ്പം നമ്മളെല്ലാരും കൂടെ കാഞ്ഞങ്ങാട് പോകണം. എല്ലാരും പറഞ്ഞു ഇതോടാ ചേച്ചിയുണ്ട്, ജോക്കപ്പനുണ്ട്, ഇതാ ഇവിടെ അമ്മച്ചിയുണ്ട്. ഇതാണ് നമ്മുടെ ജിബിൻ ചേട്ടൻ പഠിച്ച കോളേജ്. എല്ലാ വീട്ടിലും പറയുന്നേ. അപ്പം നമ്മളുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോബിൻ ചേട്ടൻ ഒരു ഫോൺ എടുക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ മൈജി ഫ്യൂച്ചറിലാണ് നമ്മളിന്ന് ചേട്ടന് ഫോൺ എടുക്കാൻ വന്നത്. ചേട്ടനെ കുറെ നാളത്തെ ആഗ്രഹം അങ്ങനെ എന്റെ യൂട്യൂബ് മണി കൊണ്ട് നമ്മൾ സാധിച്ചെടുക്കാൻ പോവാണ് ഗൈസ്. കുറെ നാളെ ഞങ്ങളെ ചേട്ടനൊരു ഫോൺ ബുക്ക് ചെയ്തായിരുന്നു ശരിക്കും ആമസോണില്. പക്ഷെ അപ്പൊ ഇന്ന് രാവിലെ ഞങ്ങൾ തീരുമാനം മാറ്റി. പെട്ടെന്ന് ഫോൺ വേണ്ടതുകൊണ്ട് ഓൺലൈൻ ക്യാൻസലാക്കി നമ്മൾ നേരെ മൈജിയിൽ പോയി ഫോൺ എടുക്കുന്നു. അപ്പൊ എന്തായാലും മൈജി പോകണം, പിന്നെ അമ്മയുടെ ഹോസ്പിറ്റലിൽ പോകണം. അമ്മയ്ക്ക് ഇന്ന് എന്താന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഇന്ന് പല്ലുവേദന കേട്ടോ. ഞങ്ങൾ എന്ന് കാഞ്ഞങ്ങാട് പോകുന്ന അമ്മയ്ക്ക് അന്ന് എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. ഞങ്ങൾ എന്ന് കാഞ്ഞങ്ങാട് പോകുമ്പോഴും ഞങ്ങളുടെ കൂടെ കയറുന്ന ഒരാളാണ് ഈ ഫ്രണ്ടിലിരിക്കുന്നത്. വാവ പോയാലും പപ്പ പോയാലും അമ്മ ഉണ്ടാവും കൂടെ. ഞാനൊന്നനങ്ങിയ എൻ്റെ കൂടെ വരുന്നതാ ഇതാണ്. ഞാനും വാവയും കൂടെയാണ് ആദ്യം കാഞ്ഞങ്ങാട് പോകാൻ വേണ്ടി ബസ്സിന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പത്തേനും രണ്ടുപേരും ഞങ്ങളുടെ വലിഞ്ഞു കയറി. എന്ത് ചെയ്യാനാ, അടുത്ത വർഷം അമ്മ വാവയുടെ കുട്ടരം കൂടെ ഉണ്ടാവും കൂടെ. അപ്പൊ നമുക്കിനി എന്തായാലും കാഞ്ഞങ്ങാട് എത്തി ഫോണൊക്കെ എടുക്കുന്ന വീഡിയോ കാണാം ഗൈസ്. അപ്പൊ എന്തായാലും ഏത് ഫോണാന്ന് അത്ര നേരം എല്ലാരും ഒന്ന് ഗസ് ചെയ്തു. ഇവിടെ ആർക്കും അറിയില്ല ഫോണ്. ചേച്ചിയുടെ വിചാരം ഐഫോണാന്ന് നോക്കിയാ, പക്ഷെ ഐഫോൺ എടുക്കാനുള്ള ലെവൽ നമുക്കില്ല പാവങ്ങൾ. ഒരു വീട്ടിൽ ഒരു ഐഫോൺ മതി, അതെനിക്ക് മാത്രം മതി. നിങ്ങളൊന്നും ഐഫോൺ എടുക്കുന്ന ആയില്ല, വളർന്നിട്ടില്ല ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ കാഞ്ഞങ്ങാട് എത്തി. ചേച്ചീനെയും അമ്മേനെയും ഹോസ്പിറ്റലിൽ ഇറക്കി വിട്ടു. ചേട്ടൻ അവരെ അവിടെ ടോക്കണൊക്കെ എടുത്തു കൊടുത്ത് ചേട്ടൻ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അപ്പം അങ്ങനെ നമ്മൾ മൈജിയിലെത്തിയിരിക്കുന്നു. മൈജിയിലെത്തി നമുക്കിനി എന്തായാലും മൈജിയിലെത്തി ഫോൺ വാങ്ങാം. നമ്മൾ ഐഫോൺ തന്നെ കേട്ടോ നോക്കുന്നത്. ഐഫോൺ 15 ആണ്. നമ്മൾ പ്രോ സീരീസ് നോക്കുന്നില്ല. കാരണം എന്ന് വെച്ചെങ്കിൽ പ്രോ സീരീസ് ആകുമ്പോഴേക്കും ഭയങ്കര റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾ 15 ആണ് നോക്കുന്നത്. 128 ആണ് ഇതിൻ്റെ സ്റ്റോറേജ് സ്പേസ് വരുന്നത്. നമ്മൾ കുക്കിലൊതുങ്ങാവുന്ന കൊത്താവും എന്ന് പറയുന്ന പോലെ നമുക്ക് അത് മതി. പിന്നെയെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഐഫോൺ. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് നമ്മൾ അത് സാക്ഷാത്കരിക്കാൻ പോവാണ്. ഇവിടെ ഇവർ തന്നെ നമ്മുടെ പഴയ ഫോൺ എക്സ്ചേഞ്ച് ഉണ്ട്. അപ്പം നമ്മൾ ചേട്ടൻ്റെ പഴയ ഫോൺ എക്സ്ചേഞ്ച് ചെയ്തു അവിടെ. അപ്പം അങ്ങനെ എക്സ്ചേഞ്ചൊക്കെ ചെയ്തിരിക്കുമ്പോഴേക്കും ജോക്കും അമ്മയും ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ ജോക്കും ആണെങ്കിൽ കുറേ ലൈറ്റുകളും പിന്നെ പലതരം കളർഫുള്ളായിട്ടുള്ള ഐറ്റംസ് എല്ലാം കണ്ടിട്ട് ജോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടക്കുകയാണ് കേസ്. അപ്പോഴേക്കും അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ ലോൺ സെക്ഷനിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ലേഡി സ്റ്റാഫ് വന്നിട്ട് ജോക്കുവിനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് കേസ്. ജോക്കുവാണ്. അമ്മ ജോക്കുവിനെ എടുക്കാത്തതിൻ്റെ സങ്കടത്തിലാണ് അവൻ്റെ മുഖം. അങ്ങനെ ചേച്ചി ഒരു ഉമ്മ എടുത്ത് ഞാനും പോയി കുറച്ച് വർത്താനം പറഞ്ഞപ്പോഴേക്ക് ജോക്കുവിൻ്റെ സങ്കടം എല്ലാം മാറി. അച്ഛൻ ഭയങ്കര ചിരിക്കാൻ തുടങ്ങി കേസ്. ചേട്ടനാണെങ്കിൽ പപ്പ വരാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് കേസ്. പപ്പയെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു ഞാനും കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. പപ്പയ്ക്ക് കാഞ്ഞങ്ങാട് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പപ്പ കാഞ്ഞങ്ങാട് ബസ്സിന് വന്നു. അപ്പോൾ അങ്ങനെ പപ്പ വരേണ്ട ഗ്യാപ്പിൽ ഞങ്ങൾ എന്നാൽ പിന്നെ പപ്പയും കൂടെ വന്നിട്ട് ഫോൺ അൺബോക്സ് ചെയ്യാമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ നേരെ അതിൻ്റെ അപ്പുറത്തുള്ള ഒരു ഹോട്ടലിൽ പോയി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ്. ജോക്കുവിന് ചേച്ചി അവിടുന്ന് ചോറ് മിക്സിൽ അരച്ചുകൊണ്ടാണ് വന്നത്. അല്ലെങ്കിൽ ജോക്കുവിന് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ജോക്കുവിന് ബിരിയാണി ഒന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ചോറ് അരച്ചുകൊണ്ട് വന്നു. ബിരിയാണി കണ്ടപ്പോഴുള്ള ആക്രാന്തം നോക്കൂ. ഓ ഗൈസ്, അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിച്ച് വയറ് നിറച്ച് തിരിച്ച് മൈജിയിലോട്ട് വന്നു ഗൈസ്. പപ്പേനെ വിളിച്ചപ്പോഴേക്കും പപ്പ എത്താനായിട്ടുണ്ടെന്ന് പറഞ്ഞു. അതുവരെ ജോക്കുവിനെ കരയിക്കാതിരിക്കാനുള്ള ദൗത്യം ഞാൻ ഏറ്റെടുത്തു. എന്തെങ്കിലും കോസ്റ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചാൽ ഞാൻ കാണിക്കുന്നത് അവന് മനസ്സിലാകുന്നില്ല, അവൻ ഉദ്ദേശിക്കുന്നത് എനിക്കും മനസ്സിലാകുന്നില്ല ഗൈസ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിൽ ഞാൻ അവനെ കരയിക്കാതിരുത്തി. അപ്പോഴേക്കും പപ്പ വന്നു ഗൈസ്. പപ്പ വന്നപ്പോഴേക്കും ജോക്കു തോളിലോട്ട് ചാടി കയറി. അങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ
ഐഫോൺ യൂസർ ആയിരിക്കുന്നു. അവിടെ ഭയങ്കര തിരക്കാട്ടോ, 2-3 കസ്റ്റമേഴ്സ് വേറെ ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര ഡിലേ ആയിരുന്നത്. ഇനി എൻ്റെ ഫോട്ടോ എടുക്കാൻ എൻ്റെ ഫോൺ ചോദിച്ചു വരരുത്. അമ്മക്കിനി പച്ചക്കറിയുടെ വീഡിയോ ഫോട്ടോ എടുക്കാൻ ഇനി മേലെ അമ്മയും മോനും എൻ്റെ ഫോണിൽ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നേക്കരുത്. ഗൈസ്, അപ്പം അങ്ങനെ നമ്മളെ പുതിയ ഫോൺ അൺബോക്സ് ചെയ്യാൻ പോവാണ്. കുറേ നാളത്തെ ആഗ്രഹമാണ് ജോയിൻ ചേട്ടൻ്റെ അപ്പം ഇന്നിവിടെ സാധിക്കാൻ പോകുന്നത്. ജോയിൻ ചേട്ടന് ഏത് കളർ വേണമെന്ന് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു ഗൈസ്. അപ്പം ഏത് കളറായിരിക്കും നിങ്ങൾ നേരിട്ട് തന്നെ കണ്ടോ, ഞാൻ പറയുന്നില്ല. ഞങ്ങൾ ഗ്രീൻ കളറായിരുന്നു ഉദ്ദേശിച്ചത്, പക്ഷേ ഗ്രീൻ കളർ കിട്ടിയില്ല ഞങ്ങൾ ഉദ്ദേശിച്ച കളർ. ഞങ്ങൾ 13 സീരീസിനൊക്കെ ഒരു ഗ്രീൻ കളറ് ഉണ്ട്, പക്ഷേ ആ കളറ് ഞങ്ങൾക്ക് കിട്ടിയില്ല ഗൈസ്. പിന്നെ ഞങ്ങൾ ബ്ലാക്ക് അങ്ങ് ചൂസ് ചെയ്തു. കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് ഞങ്ങൾക്ക് ബ്ലാക്കാണ് തോന്നിയത്, അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് അങ്ങ് ചൂസ് ചെയ്തു ഗൈസ്. ഈ ചേട്ടന്മാരാട്ടോ നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തോട്ട് നമ്മളെ ഫുള്ള് ഹെൽപ്പ് ചെയ്തത്. ഫോൺ ചൂസ് ചെയ്യാനും ആണെങ്കിലും ഫോണിൻ്റെ ബാക്കി കാര്യങ്ങളും എല്ലാം പറയാനും എല്ലാം ചൂസ് ചെയ്തു. അപ്പോൾ എന്തായാലും സർവീസൊക്കെ നല്ല അടിപൊളിയായിരുന്നു. മൈജിയിലത്തെ സ്റ്റാഫിൻ്റെയും ഒക്കെ എല്ലാവരുടെയും ആണെങ്കിൽ ഞാൻ ഗായ്സ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫോണൊക്കെ പർച്ചേസ് ചെയ്ത് അങ്ങനെ വീട്ടിൽ പോവാണ്. വേറെ കുറേ പരിപാടി ഉണ്ടായിരുന്നു, അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ രാത്രിയായി. വേറെ സൂത്രം കാണിച്ചു തരാം. മുമ്പിൽ അമ്മ കൊച്ചിനെ വാവോ പാടി ഇറക്കുന്നു. ഒരു കുഞ്ഞിനെ കൊണ്ട് നടക്കുന്ന പോലെ ചേട്ടൻ ഐഫോൺ നെഞ്ചോട് ചേർത്ത് ചെറിയ ചെറിയ ഊറുമ്പരിക്കും, തലയിൽ വെച്ചാൽ ചെറിയ ചെറിയ പേനരിക്കും. അതേപോലെ അപ്പുറത്തെ ചേച്ചി എനിക്ക് ഫോൺ എടുക്കാൻ ഐഫോൺ ഫോട്ടോ എടുക്കാൻ ഐഫോൺ കിട്ടിയെന്നുള്ള ഇങ്ങനെയാണ് കരിങ്കാളിയല്ലേ പാണത്തൂരുന്ന പപ്പ ഐഫോൺ വാങ്ങുന്ന കാണാൻ വേണ്ടി ബസ് പിടിച്ച് ഇവിടം വരെ എത്തി. അപ്പം എല്ലാവർക്കും നന്ദിയുണ്ട്. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.